ഹായ് ഫ്രണ്ട്സ്, സിവിൽ കോണ്ടൂറിൻ്റെ എലൂസിഡേറ്റിൻ്റെ വേറൊരു ക്വിസ് സെഷനിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് സർവേയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിസാണ്. അപ്പം ഇത് വളരെ എളുപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലോട്ട് പോകാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആവറേജ് ലെങ്ത് ഓഫ് എ പേസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 100 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 120 സെൻറ്റിമീറ്റർ എക്സെട്രയാണ് നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ പേസ് എന്താണെന്ന് മനസ്സിലാക്കാം. ആക്ച്വലി മെത്തേഡ് ഓഫ് ലീനിയർ മെഷർമെൻറ്റ്സിൻ്റെ അത് വരുന്ന ഒരു ടൈപ്പാണ് പേസ് എന്ന് പറഞ്ഞാൽ. മെത്തേഡ് ഓഫ് ലീനിയർ മെഷർമെൻറ്റ്സിനെ നമുക്ക് ബ്രോഡായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ബൈ ഒപ്റ്റിക്കൽ മീൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് മെത്തേഡ്സ്. ഇതിൽ ഡയറക്റ്റ് മെഷർമെൻറ്റ്സിൻ്റെ അകത്ത് വരുന്ന 5 മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് പേസിങ്. ബാക്കി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് വിത്ത് പാസോമീറ്റർ, മെഷർമെൻറ്റ് വിത്ത് പീഡോമീറ്റർ, മെഷർമെൻറ്റ് വിത്ത് ഓഡോമീറ്റർ ആൻഡ് സ്പീഡോമീറ്റർ ആൻഡ് അവസാനം ചെയിനിങ്. നമ്മളേവരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ചെയിനിങ്. ഓക്കെ, അപ്പം പേസിങ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ പ്രിലിമിനറി ആയിട്ടുള്ള നമ്മുടെ സർവേ പർപ്പസിനും അതേപോലെ തന്നെ പ്ലോട്ടുകളെക്കുറിച്ച് ജനറലായിട്ടൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മൾ നടന്ന് നോക്കി അളക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ബഹുഭൂരിപക്ഷം സമയങ്ങളിൽ നമ്മളൊരു ആവറേജ് അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിലിമിനറി ആയിട്ട് നമ്മുടെ സൈറ്റിനെ കുറിച്ചൊരു അനാലിസിസ് കിട്ടാനായിട്ട് ചെയ്യുന്നതാണ്. കൺസിഡറബിളി ചെറിയ പ്ലോട്ടുകളിലാണ് നമ്മളിത് ചെയ്യുന്നത് താനും. ഇതിൻ്റെ ആവറേജ് ലെങ്ത് നമ്മളെപ്പോഴും എടുക്കുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. സോ ആൻസർ 80 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ 80 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following scales is used to determine the original scale when the plan on the drawing sheet shrinks due to atmospheric conditions? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, ഷ്രങ്ക് സ്കെയിൽ, വെർനിയർ സ്കെയിൽ. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഷ്രങ്ക് സ്കെയിൽ എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്താണ് ഷ്രങ്ക് സ്കെയിൽ എന്നുള്ളത് നോക്കാം. ഇത് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാപ്പോ പ്ലാനോ ബൈ ടൈം അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കാരണങ്ങൾ കാരണം ഷ്രിങ്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കെയിൽസിൽ വ്യതിയാനം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വ്യതിയാനം ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ഷ്രങ്ക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓൾറെഡി നോൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഷ്രിങ്കേജ് ഫാക്ടർ അല്ലെ ഷ്രിങ്കേജ് റേഷ്യോ എന്താണെന്ന് അറിയിക്കണം. ഷ്രിങ്കേജ് റേഷ്യോ എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഷ്രിങ്ക് ആയ ലെങ്ത് ടു ആക്ച്വൽ ലെങ്തിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ഷ്രിങ്കേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഷ്രിങ്ക് സ്കെയിൽ എന്ന് പറയുവാണെങ്കിൽ ഷ്രിങ്കേജ് ഫാക്ടർ ഇൻറ്റു ഒറിജിനൽ സ്കെയിലാണ് നമ്മുടെ ഷ്രങ്ക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഷ്രങ്ക് സ്കെയിൽ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസിലി നമ്മുടെ ഷ്രങ്ക് ആയ മാപ്പിലെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഷ്രങ്ക് ഫാക്ടർ 15/16 ആണ്. അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മാപ്പിൻ്റെ ഒറിജിനൽ സ്കെയിൽ 1/1500 ആണെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പം ഈ പറയുന്ന നമ്മുടെ ഷ്രങ്കേജ് ഫാക്ടറിനെ ഒറിജിനൽ സ്കെയിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതായത് 15/16 ഇൻറ്റു 1/1500. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/1600 എന്നുള്ളതാണ്. അതായത് 1 സെൻറ്റിമീറ്റർ 16 മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുമ്പം ഷ്രങ്ക് സ്കെയിൽ എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിറ്റ്സ് ഓഫ് ആംഗുലർ മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് ജനറലി എംപ്ലോയിഡ്? ഓപ്ഷൻസ് എന്ന് പറയുമ്പം സെൻറ്റസിമൽ സിസ്റ്റം, ഹവർ സിസ്റ്റം, മിനിറ്റ് സിസ്റ്റം, സെക്സാഗസിമൽ സിസ്റ്റം, ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ആംഗുലർ മെഷർമെൻറ്റ്സിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെക്സാഗസിമൽ സിസ്റ്റമാണ്. അപ്പോൾ സെക്സാഗസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഓഫ് ആർക്ക് എന്ന് നമ്മൾ പറയുന്നതും, അതേപോലെ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ്സ് ഓഫ് ആർക്ക് എന്നും 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ഓഫ് ആർക്ക് എന്നും പറയുന്ന ഈ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സെക്സാഗസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. വേറെ പോപ്പുലർ ആയിട്ടുള്ള ആംഗുലർ മെഷർമെൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ സെൻറ്റസിമൽ സിസ്റ്റവും ഹവർ സിസ്റ്റവുമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ദി വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഈസ് ഡൺ ഇൻ സർവേയിങ് ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ്. First option, in order to ensure that errors and mistakes of one portion do not affect the remaining portion. Survey work is completed more quickly. Plotting is done more quickly. Number of errors is minimum. അപ്പം ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് പോകും. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ഓഫ് വൺ പോർഷൻ ഡു നോട്ട് അഫക്ട് ദി റിമൈനിങ് പോർഷൻ.
ഓക്കെ, അപ്പം ഇത് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്ങിലെ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ആണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് എററിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എറേഴ്സിനെ ബാക്കിയുള്ളിടത്ത് അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ദി പോളാർ ആക്സിസ് ഈസ് ഷോർട്ടർ ദാൻ ഇക്വിറ്റോറിയൽ ആക്സിസ് ബൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പം 360 കിലോമീറ്റർ, 13.6 കിലോമീറ്റർ, 100 സ്ക്വയർ മൈൽ, 42.95 കിലോമീറ്റർ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുവാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 42.95 കിലോമീറ്റർ ആണ്. നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് അല്ലെ ജിയോയിഡ് എന്ന് പറയുന്നൊരു ഷേപ്പാണ്. അതായത് ഇതൊരു പെർഫെക്റ്റ് സ്പിയറിക്കൽ ഷേപ്പ് അല്ല. ഇതിൻ്റെ ഒരു ആക്സിസിന് നീളം കുറവും മറ്റേ ആക്സിസിന് നീളം കൂടുതലുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വിറ്റോറിയൽ ആക്സിസ്, നമ്മുടെ ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് സൗത്ത് പോളിനെ കണക്ട് ചെയ്യുന്ന ആക്സിസിനെ നമ്മൾ പോളാർ ആക്സിസ് എന്നും അതിന് മ്യൂച്വലായിട്ട് നിൽക്കുന്ന ആക്സിസിനെ നമ്മൾ ഇക്വിറ്റോറിയൽ ആക്സിസ് എന്നും പറയുന്നു. അപ്പം നിങ്ങളുടെ ഇൻഫർമേഷനായിട്ട് ഇക്വിറ്റോറിയൽ ആക്സിസിൻ്റെ ലെങ്ത് 12,756.75 കിലോമീറ്ററും പോളാർ ആക്സിസിൻ്റെ ലെങ്ത് 12,713.8 കിലോമീറ്ററുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 42.95 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 1 നോട്ടിക്കൽ മൈൽ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1.852 കിലോമീറ്റർ, 1.26 കിലോമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1.852 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി 7th ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ദി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ 1/2500 മീൻസ് ദാറ്റ് ദി സ്കെയിൽ ഈസ്. ഓപ്ഷൻസ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2.25 മീറ്റർ, 1 മീറ്റർ ഈക്വൽ ടു 2.5 മീറ്റർ, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 25 മീറ്റർ, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 250 മീറ്റർ. അപ്പം അതിനു മുമ്പ് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുവാണെങ്കിൽ സാധാരണ നമ്മളൊരു മാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാനോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള സ്കെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുവാണെങ്കിൽ. ഇനി സ്കെയിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫിക്സഡ് റേഷ്യോ ഓഫ് എവറി ഡിസ്റ്റൻസ് ഓൺ ദി പ്ലാൻ വിത്ത് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പിലെ അല്ലെങ്കിൽ പ്ലാനിലെ എവറി ഡിസ്റ്റൻസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൗണ്ടിലെ ഡിസ്റ്റൻസുമായിട്ടുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുവാണെങ്കിൽ ഈ സ്കെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു ന്യൂമറിക്കൽ മെത്തേഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആ ഫ്രാക്ഷനായിട്ട് തന്നെയാണ്, ആ റേഷ്യോ ആയിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ യൂണിറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1/1000 എന്നൊരു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കാണുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്ലാനിലെ 1 സെൻറ്റിമീറ്ററിനെ യഥാർത്ഥത്തിലെ ഗ്രൗണ്ടിൽ 1000 സെൻറ്റിമീറ്ററാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിലെ 1000 സെൻറ്റിമീറ്ററിനെയാണ് പ്ലാനിലെ 1 സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 10 മീറ്റർ ഗ്രൗണ്ടിലുള്ളതിനെയാണ് നമ്മൾ 1 സെൻറ്റിമീറ്ററായിട്ട് ഇവിടെ നമ്മുടെ മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ 1/2500 മീൻസ് ദാറ്റ് ദി സ്കെയിൽ ഈസ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 25 മീറ്റർ. ഇനി 8th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ദി റേഷ്യോ ഓഫ് മാപ്പ് ഡിസ്റ്റൻസ് ടു കറസ്പോണ്ടിങ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ഈസ് കോൾഡ്. അപ്പം അതിൻ്റെ ഓപ്ഷൻസും നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ, റെപ്രസെൻറ്റേഷൻ ഫാക്ടർ, റെസിപ്രോക്കേറ്റിംഗ് ഫ്രാക്ഷൻ, റിക്കറിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സെയിം ആ ഒരു കണ്ടന്റ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്നും റെപ്രസെൻറ്റേറ്റീവ് ഫാക്ടർ എന്നും നമുക്ക് ഈ ടേമിനെ പറയാം. ഓക്കെ, 9th ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇഫ് x is the smallest division on the main scale and n is the number of divisions on the vernier, then the least count of the vernier is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് x - n, x + n, x × n, x/n. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് വെർനിയർ എന്നൊന്ന് കാണാം. അപ്പോൾ വെർനിയർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ്റെ ഫ്രാക്ഷണൽ പാർട്സിനെ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും കൺസിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു മെയിൻ സ്കെയിലും അതേപോലെ തന്നെ ഒരു ഓക്സിലറി സ്കെയിൽ അല്ലെ വെർനിയർ സ്കെയിൽ ഇവിടെ ചേർന്ന് വെച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൽ ഈ വെർനിയർ സ്കെയിലിനെ നമുക്ക് മെയിൻ സ്കെയിലിൻ്റെ ഡയറക്ഷനിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെർനിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കൺസിഡറബിൾ പ്രിസിഷനും ലെസ് സ്ട്രെയിനുമായിട്ട് 2 ഗ്രാജുവേറ്റഡ് സർക്കിൾസിലെ ലൈൻസ് കോയിൻസൈഡ് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണുന്നത് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ.
ഓക്കെ, അതേപോലെ ലീസ് കൗണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ലീസ് കൗണ്ട് എന്താണെന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്. ലീസ് കൗണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെർനിയറിലെ മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷനും വെർനിയർ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലീസ് കൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെയിൻ സ്കെയിലിലെ N-1 ഡിവിഷൻസിൻ്റെ ലെങ്തും നമ്മുടെ വെർനിയർ സ്കെയിലിലെ N ഡിവിഷൻസിൻ്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ലീസ് കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് നമ്മൾ എക്സ് എന്നുള്ളതിനെ വാല്യൂ ഓഫ് വൺ സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ നമ്മൾ എടുക്കുന്നു. വി എ നമ്മൾ വാല്യൂ ഓഫ് വൺ സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ വെർനിയർ എന്ന് എടുക്കുന്നു. ഓക്കെ, അതുപോലെ സ്മോൾ എൻ എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി വെർനിയർ എന്ന് എടുക്കുന്നു. അപ്പോൾ എക്സ് വി എ എൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ലെങ്ത് ഓഫ് N-1 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് N ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിലും നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മളൊരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ N ഇൻറ്റു വി ഈക്വൽ ടു N-1 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. അതായത് വിയുടെ ടൈമിൽ നമ്മൾ പറയുവാണെങ്കിൽ വി ഈക്വൽ ടു N-1 ഇൻറ്റു എക്സ് ഹോൾ ഡിവൈഡ് ബൈ എൻ എന്ന് പറയാം. ലീസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ മെയിൻ സ്കെയിലിലെയും അതേപോലെ വെർനിയർ സ്കെയിലിലെയും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഡിവിഷൻസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ അത് എക്സ് മൈനസ് വി എന്ന് പറയും. അപ്പം എക്സ് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. വിക്ക് വരെ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് ആ ഒരു എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി ലീസ് കൗണ്ട് എക്സ് ബൈ എൻ എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എക്സ് ബൈ എൻ എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സർവേയിങ് യൂസ് ടു ഡിറ്റർമിൻ അഡീഷണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് ബൗണ്ടറീസ് ഓഫ് ഫീൽഡ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് സിറ്റി സർവേയിങ്, ലൊക്കേഷൻ സർവേയിങ്, ടോപ്പോഗ്രാഫിക്കൽ സർവേയിങ്, കഡസ്ട്രൽ സർവേയിങ്. അപ്പം സർവേയിങ്ങിനെ നമുക്ക് ബ്രോഡ്ലി ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഈ അതിലെ ഒരു ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പം സർവേയിങ് യൂസ് ടു ഡിറ്റർമിൻ അഡീഷണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് ബൗണ്ടറീസ് ഓഫ് ഫീൽഡ് ഈസ് കോൾഡ് എന്നുള്ളതിൻ്റെ ആൻസർ കഡസ്ട്രൽ സർവേയിങ് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വിസായിരുന്നു. എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എന്ത് ഡൗട്ടും അതേപോലെ ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസും വേണമെങ്കിൽ സിവിൽ കോണ്ടൂറിൻ്റെ യൂട്യൂബ് ലിങ്കാണ് ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. എന്ത് ഡിസ്കഷനും കാര്യങ്ങൾക്കും ഈ ഒരു ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ യൂട്യൂബ് ചാനലിലും ജോയിൻ ചെയ്യുക. താങ്ക് യു.